പിടികിട്ടിയത്. അപ്പോൾ മാതൃദേവാലയത്തിന് പഴയാൻ എന്നൊരു പദവിയെ അതിൻ്റെ അനക്സ് ദേവാലയത്തിന് കത്തീഡ്രൽ എന്ന പദവിയും ചേരുമ്പോൾ അത് മനോഹരമാണ്, സുഗന്ധപൂർണമാണ്. ആ പദവി ഈ ദേവാലയത്തിന് ലഭിച്ചു എന്നുള്ളത് കൊണ്ടാണ് നാം ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഈ സമ്മേളനം അല്പം നീണ്ടുപോയാലും നിങ്ങൾക്ക് ഒരു ദുഃഖവും തോന്നില്ല. എല്ലാവരും എ സിയിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഏതാണ്ട് പുസ്തകമൊക്കെ എടുത്ത് വീശി ഹാവ് ഹൂ എന്നൊക്കെ പറഞ്ഞ് ഓട്ടുമായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ പ്രസംഗം നിർത്താൻ ഒരു പക്ഷേ ഞങ്ങൾക്ക് തന്നെ തോന്നും എന്തിനാണ് പ്രസംഗിക്കുന്നതെന്ന്. കാരണം അതുപോലെ ചൂടാണ്. പുറത്തിറങ്ങിയാൽ ഒരു സ്റ്റീം ബാത്തിലൂടെ നടക്കുന്നത് പോലെയാണ്. സ്റ്റീം ബാത്ത്, നല്ല ജിംനേഷ്യത്തിലൊക്കെ സ്റ്റീം ബാത്തുണ്ട്, മനുഷ്യനെ വേർപ്പിക്കും അത്. ഇത് അന്തരീക്ഷം മുഴുവനും സ്റ്റീം ബാത്താണ്. അത് ഒരിടത്ത് മാത്രമല്ല. ഏതായിരുന്നാലും ദീർഘമായൊരു പ്രസംഗം ഞാനിവിടെ ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞ് 1-2 പ്രോഗ്രാം എനിക്ക് വീണ്ടും ചെന്നെത്തേണ്ടതുണ്ട്. കൊട്ടാരക്കര ഇന്ന് ഒരു പ്രോഗ്രാമുണ്ട്, പുനലൂരിൽ പ്രോഗ്രാമുണ്ട്, അവിടെയൊക്കെ ചെല്ലണം. അത് ശരിക്കും ആരോഗ്യം അനുവദിച്ചിട്ടല്ല, പോകാതിരുന്നാൽ ഉണ്ടാകാവുന്ന പരിഭവങ്ങളെ ഓർത്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുകയാണ്. അതിനേക്കാൾ വലിയ ഒരു ആഘോഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തിൽ ഒരു യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ലോകത്തിൽ ഒരു വേദപുസ്തകമേ ഉള്ളൂ. തർജിമകൾ പലതുമുണ്ട്. വിശ്വാസത്തിന് വ്യത്യസ്ത ധാരകളുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട ഈ പരിശുദ്ധ സഭയുടെ അനുഷ്ഠാനങ്ങൾ സത്യസന്ധമായി അനുഷ്ഠിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ആഘോഷവും ഏറ്റവും വലിയ പദവിയും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സഭ നിങ്ങൾക്ക് നൽകിയ ഈ കത്തീഡ്രൽ പദവി അത് ആവശ്യമാണ്, ആനുകാലികമായിട്ട് അത് അത്യാവശ്യവുമാണ്. നമുക്കറിയാമല്ലോ, രാജ്യം പലരെയും പദവി കൊടുത്ത് ബഹുമാനിക്കും. പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്നം, ഇപ്പോഴും സഭയിലാണെങ്കിൽ ഗുരുരത്നം, സഭാരത്നം, അങ്ങനെ അങ്ങ് പോവുകയാണ് പദവികൾ. ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക. രണ്ടാമത്, സഭയുടെ അനുഷ്ഠാനങ്ങൾ സത്യസന്ധമായി ആചരിക്കുക. അടിവരയിടണം സത്യസന്ധമായി എന്നുള്ളത്. ബാക്കിയുള്ള പദവികളൊക്കെ വരികയോ ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് വിചാരപ്പെടേണ്ടതില്ല. ഈ ഇടവക ഈ പദവി കാത്തു സൂക്ഷിച്ച് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ഇടയാകണം. അതിലെ വിശ്വാസികൾ മാതൃകയുള്ള, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരായി തീരണം. അവർ സത്യസന്ധരും വിശ്വസ്തതയുള്ളവരുമാകണം. അവർ മനുഷ്യരെ സ്നേഹിക്കുന്നവരായിരിക്കണം. ജാതി, മത, വർണ്ണ, വർഗ ഭേദമന്യേ മനുഷ്യൻ എന്ന ആ ഒറ്റ പദവി കൊണ്ട് തന്നെ അവരെല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നാം ഏറ്റവും വലിയ പദവിയുള്ളവനായി ലോകത്ത് തീരുന്നത് എന്ന് പ്രത്യേകമായിട്ട് മറന്നു പോകരുത്. ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. Oh
സീനിയർ മെത്രാപ്പൊലീത്ത, ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ, ക്രാന്തദർശി, ചെങ്ങന്നൂർ ഇടവക എൻ്റെ ഭദ്രാസനത്തിൻ്റെ അഭിമാനമെന്ന് എപ്പോഴും ഹൃദയം നിറഞ്ഞ് പ്രഘോഷിക്കുന്ന, ഞങ്ങളെ കരുതലോട് പരിലാളിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠ ഇടയൻ അഭിമന്യ അത്താനാസിയോസ് തിമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മെ അനുഗ്രഹിച്ച സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് കടന്നു വന്നിട്ടുള്ള ശ്രീ പെരുമ്പടവം ശ്രീധരൻ, നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് K. രാമേന്ദ്രൻ നായർ, വൈദിക ശ്രേഷ്ഠരെ, വേദിയിൽ കുറിച്ചായിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, വയസ്സിലുള്ള ഇടവചനങ്ങളെ, സുഹൃത്തുക്കളെ, 1985 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാൻ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ചുമതലയിലെടുക്കുന്ന അവസരത്തിൽ ഒരു കത്തീഡ്രൽ മാത്രമേ ഇവിടെ നിലവിൽ നിന്നിട്ടുള്ളൂ. അതിൽ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണ്. സഭയുടെ പരമാധ്യക്ഷനല്ല അത് അതിന് കത്തീഡ്രൽ പദവി നൽകിയത്. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. അതിനുശേഷം സഭയുടെ പരമാധ്യക്ഷനായിരുന്ന മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനിയാണ് എൻ്റെ മാതൃവിടവരായ പുത്തങ്കായ ഇടവകയ്ക്ക് കത്തീഡ്രൽ പദവി നൽകി അനുഗ്രഹിച്ചത്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഓരോ ഇടവുകളെ സംബന്ധിച്ചും സമഗ്രമായി പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്, ഈ ഭദ്രാസനത്തിൻ്റെ പേര് തന്നെ ലഭിച്ചത് ചെങ്ങന്നൂർ ഭദ്രാസനം എന്നാണ്. അവിടുത്തെ പ്രധാന ദേവാലയമാണ് സെൻറ്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രൽ. അതിന് മുമ്പൊരു ദേവാലയങ്ങളുണ്ട്, അതിന്നും നമുക്കവിടെ കാണാൻ സാധിക്കും. ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളി സഭാചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം അലയിക്കുന്ന ഒരു ദേവാലയമാണിത്. ചെങ്ങന്നൂർ സുർണോദോസ് എന്ന് പറയുന്ന ഒരു സുർണോദോസ് കൂടിയതും ഈ പഴയ പള്ളിയിൽ വെച്ചാണെന്നുള്ളത് ചരിത്രം സാക്ഷിക്കുന്ന ഒരു വസ്തുതയാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മാത്യൂസ് ദിദീൻ ബാവ തിരുമേനി സഭയുടെ പരമാധ്യക്ഷനായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഒരു റിക്വസ്റ്റ് കൊടുത്തു. ചെങ്ങന്നൂർ സെൻറ്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രലിന് ഒരു പദവി നൽകി കത്തീഡ്രൽ പദവി നൽകണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ പള്ളിക്ക് കത്തീഡ്രൽ പദവി ലഭിച്ചത് എന്നുള്ള കാര്യം ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുന്നൊരു കാര്യമാണ്. ഈ ഇടവകയോടുള്ള എൻ്റെ പ്രത്യേക താല്പര്യം എന്ന് പറയുന്നതിന് ഒരു കാരണം, എൻ്റെ കുടുംബത്തിലെ രണ്ടാമത്തെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഇയാക്കീമാർ ഈവാനൂസ് തിരുമേനി പട്ടമേറ്റത് ഈ പള്ളിയിൽ വെച്ചാണ്. ഞാൻ ഉൾപ്പെടുന്ന വടക്കേ തലയ്ക്കൽ മഹാകുടുംബത്തിലെ ഒന്നാമത്തെ തിരുമേനിയായിരുന്നു സൈമൺ മാർ ദീവനാസിയോസ്. അദ്ദേഹം കരുണവിരിക്കുന്നത് ഒരു പാത്രീസ് പള്ളിയിലാണ്. കടനാട് ശാഖയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനാണ് ഇയാക്കീമാർ ഇവാനൂസ് തിരുമേനി. പരമ്പര തിരുമേനിയുടെ ഖബറിനോടൊപ്പം കാണാവുന്ന വേറൊരു ചെറിയ ഒരു ഖബറുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ഖബറാണ്. അദ്ദേഹം പട്ടമേറ്റത് ഈ പള്ളിയിൽ വെച്ചാണ്. അങ്ങനെയുള്ളൊരു ബന്ധം ഈ പള്ളിയുമായിട്ട് എന്നെ കൂടുതലായിട്ട് അടുപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഭദ്രാസനത്തിൽ നിന്ന് ഏതെങ്കിലും പുതിയ ഒരു സംരംഭത്തെ സംബന്ധിച്ച് ഒരു കൽപ്പന അയച്ചു കഴിഞ്ഞിരുന്നാൽ ആദ്യം അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ചെങ്ങന്നൂർ പള്ളിയാണെന്നുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്ന വസ്തുതയാണ്. അതുപോലെയുള്ള പല പള്ളികളും ഭദ്രാസനത്തിലുണ്ട്. എൻ്റെ മാതൃവിടമായ പുത്തങ്കാവ് പള്ളിയിൽ ഇപ്പോൾ ഉന്നതമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്നു പറയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. 2-3 ആഴ്ചകൾക്ക് മുമ്പ് പരമ്പര ഹാർട്ട് സെൻ്ററിലെ ഡോക്ടറെയോട് വരുത്തി 6 ശിശുക്കളുടെ ഹൃദയ ശസ്ത്രക്രിയ നടത്താനായിട്ടുള്ള പണം പുത്തങ്കാവ് പള്ളിയിലെ യുവജന പ്രസ്ഥാനക്കാരെ സമാഹരിച്ച്
കൊടുത്തത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ കാലത്തിന് മുമ്പേ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിട്ട് ആരുടെ വളർന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്നലെ ഞാനും കല്ലടയിൽ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അന്തരേശ്വരാവിൻ്റെ പേര് കവർണങ്ങിയിരിക്കുന്ന പള്ളിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ 325-ാം ചരമവാർഷികം ആഘോഷിക്കുന്ന ഈ വർഷം കൂടി കൊണ്ടുവന്നത്. അതിന് നേതൃത്വം നൽകിയത് പുത്തങ്കാപ്പള്ളിയിലെ യുവജന പ്രസ്ഥാന അംഗങ്ങളാണ്. ഞാനാണ് കല്ലട പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആ കുടികൾ അവരെ ഏൽപ്പിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ എല്ലാ ഇടവുകളും ഒന്നിനൊന്ന് മുമ്പിൽ വരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ കൂർത്തമൽ പള്ളിയിൽ പോയ അവസരത്തിൽ ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിനായിട്ട് അവിടുത്തെ യുവജന പ്രസ്ഥാനക്കാരെ ഒരു പദ്ധതിയുമായി വരുന്നു എന്ന് ഞാൻ അറിയാനിടയായത്. ഞാനും ആ വിധത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ്. എപ്പോഴും സമയത്തിന് മുമ്പ് കൂട്ടി കാര്യങ്ങൾ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. ഒരു സംഭവം മാത്രം ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞിരുന്നാൽ ഞാൻ ഉടനെ തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കും. മെത്രാപ്പൊലീസായതിനു ശേഷം 1987-ലാണോ 92-ലാണോ എനിക്കറിയത്തില്ല, ഞാൻ അബുദാബി പള്ളിയിൽ വിശ്രമിക്കുന്ന അവസരത്തിൽ ഒരു മെസ്സേജ് കിട്ടി. അന്ന് ഷാർജ പള്ളിയിൽ വികാരിയായിരിക്കുന്ന അച്ഛൻ്റെ സഹധർമ്മിണി പ്രസവിച്ചു. കുഞ്ഞിന് ജനിച്ച സമയം മുതൽ ഹൃദയത്തിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ ഡോക്ടർ KM ജയനെ മദ്രാസിൽ വിളിച്ചു. അദ്ദേഹം നമ്മുടെ മദ്രാസക്കാരനാണല്ലോ, അദ്ദേഹമായിട്ട് നല്ല ബന്ധമാണ് എനിക്കുള്ളത്. വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുവേനി ഈ ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് സാധിക്കും, പക്ഷേ ഇവിടുത്തെ ആഫ്റ്റർ ഓപ്പറേഷൻ കെയർ എന്ന് പറയുന്നത് അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇംഗ്ലണ്ടിൽ ചെയ്യുകയായിരിക്കും നല്ലത് എന്ന് അദ്ദേഹം നിർദ്ദേശം തന്നു. ഞാൻ ഉടനെ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അബുദാബി പള്ളി, ദുബായ് പള്ളി, ഷാർജ പള്ളി ഈ തുടങ്ങിയ പള്ളികളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പണപ്പിരിവ് നടത്തി ഈ അച്ഛനും കർഷണിക്കും കുഞ്ഞിനും ലണ്ടനിൽ പോയി തിരിച്ചു പോയതിനാവശ്യമായിട്ടുള്ള ഓപ്പറേഷൻ്റെ തുക ഉൾപ്പെടെയുള്ളത് കളക്ട് ചെയ്ത് അവർ പ്ലെയിനിൽ കയറ്റി അയച്ചു. അന്ന് രാത്രി ഞാൻ അബുദാബി പള്ളിയിൽ വിചാരിയായിരുന്ന അവിടെ വിചാരിയായിരുന്നതിനോട് ഞാനവിടെ VIP റൂമിൽ വിശ്രമിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ ചിന്ത കടന്നുപോയി. ഈ അച്ഛൻ ഷാർജയിലെ വികാരി ആയതുകൊണ്ട് നിമിഷത്തിനകം പണം ഉണ്ടാക്കി അയക്കാൻ സാധിച്ചു. നാട്ടിലൊരു അച്ഛൻ്റെ ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? അന്ന് രാത്രി എൻ്റെ മനസ്സിൽ കടന്നുപോയ ചിന്തയാണ് വൈദികർക്ക് വേണ്ടി ഒരു ക്ഷേമനിധി സഭയിൽ ഉണ്ടാകണമെന്നുള്ളത്. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞോടെ അന്ന് ഞാൻ പേരൻസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. ഞാൻ ആ കമ്മിറ്റി വിളിച്ചുകൂട്ടി മാത്യു സുധിയൻ ബാബ തിരുവേനിയെ നിർബന്ധമായിട്ട് ഞാൻ ആ കമ്മിറ്റിയിൽ വരണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം വന്നു. അവിടെ ഇത് അവതരിപ്പിച്ചു, അവിടെ പാസ്സാക്കി. അന്ന് തുടങ്ങിയതാണ് ഈ വൈദിക ക്ഷേമനിധി. ഇന്ന് വിവാഹത്തിൻ്റെ കാലത്ത് ഇപ്പോൾ 1 കോടിയിൽ പരം രൂപ ആ നിക്ഷേപത്തിലുണ്ട്. അതിൻ്റെ പലിശ എടുത്താണ് ആവശ്യമുള്ള വൈദികരുടെ സഹായം നൽകുന്നത് ഞാൻ ഓർപ്പിക്കട്ടെ. എൻ്റെ ആ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എൻ്റെ ഭദ്രാസനത്തിലെ പള്ളികളിലും കടന്നുകൂടി ഉണ്ട് എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട്. ചെങ്ങന്നൂർ പള്ളി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ദേവാലയമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചെങ്ങന്നൂരിൻ്റെ ആധ്യാത്മിക 2 കേന്ദ്രങ്ങളാണ് മഹാദേവ ക്ഷേത്രവും ചെങ്ങന്നൂർ പഴയ കുർബാന പള്ളി. ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു, ഇന്നത്തെ പ്രധാനമന്ത്രി ഏതെങ്കിലും കാരണവശാൽ ചെങ്ങന്നൂർ വരികയും എന്നെ ക്ഷണം സ്വീകരിച്ച് 1 മണിക്കൂർ എനിക്ക് തരികയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം കൊണ്ട് കാണിക്കും, ചെങ്ങന്നൂർ പഴയ കുർബാന പള്ളി കാണിക്കും. അവിടെ എഴുതിയിരിക്കുന്ന ചില ഭാഷകളുണ്ട്. മലയാള ഭാഷയല്ല, അതിന് മുമ്പുള്ള ഒട്ടെഴുത്ത് ഭാഷയല്ല, അതിന് മുമ്പുള്ള ഒരു ഭാഷയാണ് അതിൻ്റെ മതിലിൽ അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത്ര പുരാതനമായിട്ടുള്ളൊരു ദേവാലയമാണ് എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ പ്രധാനമന്ത്രി ഇതൊക്കെ കാണിക്കണമെന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ കരുതിക്കൊണ്ടുള്ള ഒരു വസ്തുതയാണ് എന്നോട് ഞാൻ ഓർപ്പിക്കട്ടെ.
ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും പറയുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഇന്ന് പല സഭകളുണ്ടെങ്കിലും ഇന്ത്യൻ സംസ്കാരം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന സഭ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ട സമയത്ത് ഗുജറാത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്നത് ഞാൻ പറഞ്ഞു, AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ക്രിസ്തുമതം പ്രചരിച്ചു. സെൻറ് തോമസാണ് അത് പ്രചരിപ്പിച്ചത്. ദേശാവതാരത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ സമൂഹത്തോട് മനുഷ്യാവതാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായി കാണുകയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കണം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആ വിശ്വാസം സ്വീകരിച്ചത്. ആ വിശ്വാസം സ്വീകരിച്ചതോടൊപ്പം ഇന്ത്യയുടെ സംസ്കാരവും ഞങ്ങളുടെ ജീവിതത്തിനോടൊപ്പം സ്വീകരിച്ചു. ഞങ്ങളുടെ ഏത് പള്ളിയിൽ വന്നിരുന്നാലും നമുക്കൊരു വലിയ നിലവിളക്ക് കാണാൻ സാധിക്കും. കല്ലുവിളക്കുകൾ, കൊടിമരങ്ങൾ, മന്ത്രകോടി, മിന്ന്, വിൽക്കുമണി, പൂജാരിമാർ ശ്രീകോവിലിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ കുർബാനയ്ക്ക് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. മുത്തുക്കുടകൾ, വാദ്യഘോഷങ്ങൾ തുടങ്ങിയിട്ടുള്ള അനേക കാര്യങ്ങൾ നിരത്തി വെച്ചു. ഞാൻ പറഞ്ഞു, വേറെ ഒന്നുണ്ട് സഭയ്ക്ക് ഇതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ സഭയുടെ തലവൻ ഒരു വിദേശിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ മണ്ണിൽ ജനിച്ചു കൊണ്ടുവന്ന ഒരാൾ നേതൃത്വം നൽകുന്ന ഒരു സഭ, ഇന്ത്യൻ സംസ്കാരം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന സഭ ഞങ്ങളുടെ സഭയായതുകൊണ്ട് ഇന്ത്യയിലെ ദേശീയ സഭയാനുള്ള യോഗ്യത മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കാണെന്ന് ഞാൻ നരേന്ദ്രനോട് മുഖത്ത് നോക്കി പറയും. അദ്ദേഹം ഉടനെ എന്നോട് പറഞ്ഞ മറുപടി, ദിസ് ഈസ് എ പീസ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ ടു മീ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിപ്പോഴുണ്ടെന്നുള്ളത് ബാബാതിരുവേനി വന്ന് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം ഡൽഹിയിൽ പോയി കണ്ട അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും പുറത്തു വരുന്നത് എനിക്ക് നേരിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഈ കാലത്തിൽ മലങ്കര നസ്രാണിയുള്ള അഭിമാനമുള്ളവരായിരിക്കണം. നല്ലൊരു ഉദാഹരണമാണ് ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയും ഇവിടുത്തെ ഇടവകയും ഇവിടുത്തെ നസ്രാണികളും എന്ന് ഞാൻ എപ്പോഴും കരുതുന്ന ഒരു വ്യക്തിയാണ്. ഈ പള്ളി കത്തീഡ്രലായതിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ നിങ്ങളൊപ്പം ഉണ്ടായിരിക്കുന്നതിനിടയായതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഈ അടുത്ത ജൂബിലി ആഘോഷിക്കും ഞാനിവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇടവകയ്ക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ അധ്യക്ഷപത്രത്തിൽ ഞാൻ നിർമ്മിക്കുന്നു. ചരിത്രം സൂക്ഷിക്കേണ്ടതാണ്, തലമുറകൾക്ക് പകർന്നു നൽകേണ്ടതാണ്. ചെങ്ങന്നൂർ സെന്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രലിന്റെ ചരിത്ര സംഗ്രഹം, അവലോകനം ഇവയ്ക്കായി ഇടവക ട്രസ്റ്റി ശ്രീ ജോസ് മാത്യു പൂതിയോടിനെ ക്ഷണിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുവേനി, അഭിമന്യ ഇടവക മെത്രാപ്പൊലീത്ത തോമസ് മാർ അത്താനാസ്യോസ് തിരുവേനി, ഒരു സങ്കീർത്തനം പോലെ കാവ്യാത്മകമായി നമ്മുടെ ഹൃദയങ്ങളോട് സംവേദിക്കുവാൻ മുഖ്യ സന്ദേശം നൽകുന്നതിനായി കടന്നു വന്നിരിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ പെരുമ്പടവൻ ശ്രീധരൻ സാർ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. 1938 ഫെബ്രുവരി 12-ാം തീയതി ജനിച്ച ശ്രീ പെരുമ്പടവൻ ശ്രീധരൻ സാറിൻ്റെ ജന്മദിനം. APJ അബ്ദുൽ കലാമിനോട് പിറന്നാളിനെ പറ്റി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഒരിക്കൽ മാത്രം ചിരിച്ചു. പെരുമ്പടവൻ ശ്രീധരൻ സാറ് കരഞ്ഞപ്പോൾ ഒരിക്കൽ മാത്രം അദ്ദേഹത്തിൻ്റെ മാതാവ് ലക്ഷ്മി ചിരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഈ സുദിനത്തിലൂടെ കടന്നു വന്ന പെരുമ്പടവൻ സാറിന് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ജന്മദിനാശംസകൾ. ഇടവകയുടെ അഭിമാനമായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട വൈദികരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, സ്നേഹനിധികളായ എൻ്റെ പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, പുരാതനമായ ഈ ഇടവക കത്തീഡ്രലായി ഉയർത്തപ്പെട്ടതിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുകയും ജൂബിലി സ്മാരകമായി ഈ മനോഹര ഓഡിറ്റോറിയം ഈ നാടിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ഈ ധന്യവേളയിൽ ചെങ്ങന്നൂർ കത്തീഡ്രലിൻ്റെ ചരിത്ര സംഗ്രഹം എൻ്റെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു.
ചെങ്ങന്നൂരിലെ ഓർത്തഡോക്സ് ക്രൈസ്തവർക്ക് 15 നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവുമുണ്ട്. ഇന്ന് പഴയ സുറിയാനിപ്പള്ളി എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന തിരുച്ചെങ്ങന്നൂർ മാതാപ്പള്ളി മധ്യ തിരുവിതാംകൂറിലെ മുഴുവൻ ക്രൈസ്തവരുടെയും ആരാധനാ കേന്ദ്രമായിരുന്നു. ഈ മാതാപ്പള്ളിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ചരിത്രം സെൻറ് ഇഗ്നേഷ്യസ് കത്തീഡ്രൽ ഇടവകയ്ക്കില്ല. കാരണം ഇന്നും ഈ ഇടവാംഗങ്ങൾ മാതാപ്പള്ളിയിലെ ഇടവാംഗങ്ങളാണ്. കാലഗണനയ്ക്ക് വശംവദമാകാത്ത, സഹായകരമല്ലാത്ത ചരിത്രരേഖകൾ ഒന്നും തന്നെ ലഭ്യമാകുന്ന ഒരു ദേവാലയമല്ല നമ്മുടെ ദേവാലയം. അത്രമാത്രം പഴമ ഈ ദേവാലയത്തിനുണ്ട്. എന്നാൽ സഭാചരിത്രത്തിൽ 1686 ഇവിടെ വെച്ച് കൂടിയ അഭിമന്യ തിരുമേനി ഓർപ്പിച്ചതുപോലുള്ള ചെങ്ങന്നൂർ സുന്നതോസ് ഞങ്ങൾക്ക് അഭിമാനം പകരുന്നതാണ്. പരിശുദ്ധ വേദപുസ്തകം സുറിയാനിയിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത കായംകുളം പീലിപ്പോസ് റമ്പാനി 6ാം മർത്തോമായുടെ അനന്തരവനായിരുന്ന 7ാം മർത്തോമായും റമ്പാൻ സ്ഥാനം നൽകിയത് ഈ പള്ളിയിൽ വെച്ചാണ്. അഭിമന്യ യുവാക്കിൻ മാർ കുറിയൻ ഇവാനിയോസ്, അഭിമന്യ വാകത്താനം ഗീവർഗീസ് മാർ ഇവാനിയോസ് 2ാം കാതോലിക്ക, ഈ പിതാക്കന്മാർ മേൽപ്പട്ടക്കാരായി വാഴിക്കപ്പെട്ടതും ഈ ഇടവകയിൽ വെച്ചായിരുന്നു. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം സഭയിൽ ഉടലെടുത്ത നവീകരണ പ്രസ്ഥാനം ഈ ഇടവകയിൽ 2 കക്ഷികൾ രൂപം കൊള്ളുന്നതിന് കാരണമായി. വ്യവഹാരങ്ങൾ ഉടലെടുത്തു. ഇരു വിഭാഗങ്ങൾക്കും 1053 ട്രസ്റ്റ് ഉടമ്പടിക്ക് വിധേയമായി കോടതി വിധിയിലൂടെ അവകാശം സ്ഥാപിക്കപ്പെട്ടു. ഈ സമാധാനപരമായ തുടർച്ചയായ ആരാധനാ സൗകര്യത്തിന് ഭംഗം സൃഷ്ടിച്ചു. ഈ സാഹചര്യത്തിൽ മാതൃദേവാലയമായ മാതാപ്പള്ളിയിലെ മുഴുവൻ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് ഓർത്തഡോക്സ് ഇടവാംഗങ്ങൾ പുതുതായി സ്ഥാപിച്ച ദേവാലയമാണ് സെൻറ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ. കൊല്ലവർഷം 1085 27/9/1910 കല്ലാശ്ശേരിയിൽ കുന്നൂസ് റമ്പാൻ, പിന്നീട് പരിശുദ്ധ ഗീവർഗീസ് തിരിയൻ കാതോലിക്ക ബാവ ശിലാസ്ഥാപനം നടത്തി 27/9/1937 ആ പരിശുദ്ധ പിതാവിൻ്റെ കരങ്ങളാൽ തന്നെ ഉദാസ ചെയ്ത് മലങ്കര സഭയ്ക്ക് സമർപ്പിക്കപ്പെട്ട ദേവാലയമാണ് ചെങ്ങന്നൂർ ചെറിയ പള്ളി എന്നറിയപ്പെടുന്ന സെൻറ് ഇഗ്നേഷ്യസ് കത്തീഡ്രൽ. ഈ ദേവാലയത്തിൻ്റെ സ്ഥാപക നേതൃത്വം വഹിച്ച പൂത്തൂർ ദിവ്യശ്രീ യാക്കോബുലത്തിനാണ് 1910 മുതൽ 18 വരെ ഇടവകയ്ക്ക് നേതൃത്വം നൽകി. അതിനുശേഷമുള്ള ദീർഘമായ 60 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായിരുന്ന പീലിപ്പോസ് കത്തനാരായിരുന്നു ഈ ദേവാലയത്തെ മുൻപോട്ട് നയിച്ചത്. ഈ പിതാക്കന്മാരെ ഇത്തരുണത്തിൽ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. കാലപ്പഴക്കം ചെറിയ പള്ളിക്ക് ഭാഗികമായ ജീർണതകൾ സൃഷ്ടിച്ചു. അഭിമന്യ ഇടയമെത്രാപ്പോലീത്ത തോമസ് മാർ അത്തനാസ്യോസ് തിരുമേനിയുടെ മാർഗനിർദ്ദേശത്തിൽ 1991 ഭാഗികമായ അറ്റകുറ്റപ്പണികൾ നിർവഹിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മെത്രാസനം രൂപീകരിച്ചപ്പോൾ ചെങ്ങന്നൂർ മെത്രാസനം എന്ന പേര് ലഭിച്ചത് തന്നെ ചെങ്ങന്നൂർ പള്ളിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണെന്നുള്ള വസ്തുത എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ച ക്രാന്തദർശിയായ അത്താനാസ്യോസ് തിരുമേനി നമ്മുടെ ദേവാലയം കത്തീഡ്രലാക്കപ്പെടണമെന്ന് ഏറെ ആഗ്രഹിച്ച് ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തിരിയൻ കാതോലിക്ക ബാവ തിരുമേനി പരിശുദ്ധാത്മ പ്രേരിതനായി ഈ ദേവാലയത്തെ 25 വർഷങ്ങൾക്ക് മുമ്പ് 1992 മാർച്ച് മാസം 7-ാം തീയതി ഈ ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠാവേളയിൽ കത്തീഡ്രലായി ഉയർത്തി പ്രഖ്യാപനം നടത്തി മേലാൽ ഈ പള്ളി സെൻറ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ എന്ന് അറിയപ്പെടുകയും പേർ വിളിക്കപ്പെടുകയും വേണമെന്ന് കൽപ്പനയിലൂടെ പ്രഖ്യാപിച്ചു. ഇന്ന് സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക ബാവ തിരുമേനി ആയിരുന്നപ്പോൾ 2009 ഓഗസ്റ്റ് മാസം 29-30 തീയതികളിൽ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ കരങ്ങളാൽ മൂറോനഭിഷേകം നടത്തിയ ദേവാലയമാണ് നാം ഇന്ന് ആരാധന നടത്തുന്ന മനോഹരമായ ഈ ദേവാലയം. കത്തീഡ്രൽ പ്രഖ്യാപനത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ ഒത്തിരി കൃതജ്ഞതയോടെ സ്മരിക്കപ്പെടേണ്ട വൈദികരും ഇടവചനങ്ങളുമുണ്ട്. അതിൽ പ്രഥമ സ്ഥാനത്ത് സ്മരിക്കപ്പെടേണ്ട 2 വ്യക്തിത്വങ്ങളാണ് ജേക്കബ് ജോൺ സ്കോർപ്പീസ്കോപ്പായും ആദരണീയനായ പ്രൊഫസർ VI ജോസഫ് പഴയെടുത്തു. ഇരുവരെയും ഞങ്ങൾ ആദരപൂർവ്വം സ്മരിക്കുന്നു.
ഇടവയ്ക്ക് വേണ്ടിയുള്ള ഈ സുദിനത്തിൽ എല്ലാവിധമായ നന്മകളും ഇരുവർക്കും നേരുന്നു. പള്ളിയോട് ചേർന്നുള്ള ഒരു പള്ളിക്കുളം നമ്മുടെ സ്വപ്നമായിരുന്നു. ഇടവകയിലെ റിട്ടയർഡ് അധ്യാപകരുടെ നേതൃത്വത്തിൽ വന്യനായ രാജൻ വർഗീസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ 2006 പ്ലേ സ്കൂളായി ആരംഭിച്ച സെന്റ് ഇഗ്നേഷ്യസ് സ്കൂൾ CBSE 7ാം ക്ലാസ് വരെ പ്രവർത്തിക്കുന്നു. ഭൗതികമായി നാം ഒത്തിരി വളർന്നു. ആത്മീയമായി തളർന്നു പോകാവുന്ന ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെ നടുവിലെ പ്രലോഭനങ്ങൾ, ഇതര വിശ്വാസങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ആഹ്വാനങ്ങൾ, ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ച് ഇന്നും നമ്മെ സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൂർവികരെ ഇത്തരണത്തിൽ നമുക്ക് സ്മരിക്കാം. ഇടവകയുടെ അരങ്ങ സന്താനങ്ങളായ വാങ്ങിപ്പോയ വന്യനായ VK എബ്രഹാം കത്തനാർ വാടാമേലിൽ, വെറുറവറൻ ബർഷീനോറൻ ബാങ്കോർ എപ്പിസ്കോപ്പ എന്നിവരെയും സ്മരിക്കുന്നു. ഇടവകയുടെ അഭിമാനങ്ങളായ ഞങ്ങളുടെ 6 പുത്രന്മാർ നമുക്കുന്നുണ്ട്. ബഹുമാന്യരായ PV ജോണച്ചൻ, ജേക്കബ് സ്കരിയാച്ചൻ, ജേക്കബ് ജോൺസ് കോർ എപ്പിസ്കോപ്പ, വിമൽ മാവഞ്ചേരിയാച്ചൻ, എബ്രഹാം ഗോശിയച്ചൻ, ഗ്രിഗറിയച്ചൻ. ഇടവകയുടെ ജാമാതാക്കളായ ഫാദർ തോമസ് വർഗീസ് അമയിൽ, ഫാദർ ജേക്കബ് മാത്യു പൂതിയോട്ട്, ഫാദർ പയസൽ ജേക്കബ്, വൈദിക വിദ്യാർത്ഥി ഒബിൻ ജോസഫ് ഇറപ്പുട, ഇവർ ഞങ്ങളുടെ അഭിമാനങ്ങളാണ്. നൂറ്റാണ്ടുകളുടെ പഴമയും പാരമ്പര്യമുള്ള ഒരു ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 25 വർഷം പിന്നിടുന്ന ജൂബിലി ആഘോഷത്തിന് എന്ത് പ്രസക്തി എന്ന ചിന്തയുണ്ട്. അങ്ങനെ ഉണ്ടായേക്കാം. എന്നാൽ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം മലങ്കര സഭയിൽ പല ദേവാലയങ്ങൾക്കും ലഭ്യമാകേണ്ടതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ലഭ്യമാകേണ്ടിയിരുന്ന കത്തീഡ്രൽ പദവി ലഭിച്ചതിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ അഭിവന്ദ്യ പിതാക്കന്മാരെ ഞങ്ങൾ ഏറെ സന്തുഷ്ടരാണ്, ദൈവമുമ്പാകെ വിനയാന്യുതരുമാണ്. ജൂബിലി സ്മാരകമായി നവീകരിച്ച് ശീതീകരിച്ച ഈ ഓഡിറ്റോറിയം പരിശുദ്ധ പിതാവിൻ്റെ കർണങ്ങളാൽ ഇന്ന് ആശീർവദിക്കപ്പെട്ടു. വന്യനായ മുൻ വികാരി ഷിബു വർഗീസ് അച്ഛൻ്റെ പ്രവർത്തന കാലയളവിൽ തീരുമാനം കൈക്കൊണ്ട് ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാമത്തിൻ്റെ ദീർഘവീക്ഷണത്തിലും സെക്രട്ടറി TV വർഗീസ്, ഭരണസമിതി അംഗങ്ങൾ ഇവരുടെ സഹകരണത്തിലും സർവോപരി പ്രതിഫലേച്ഛ കൂടാതെ വാസ്തുശില്പ സൗകുമാര്യത്തോടെ ഡിസൈൻ വർക്കുകൾ, സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകി എഞ്ചിനീയർ ബിജു C തോമസ് എന്നിവരോടുള്ള കടപ്പാട് നിസ്സീവമാണ്. രജത ജൂബിലി സ്മാരകമായി ഈ മനോഹര ഓഡിറ്റോറിയം ഇടവക ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കാവൽ പിതാവ് മാർ ഇഗ്നാത്യോസ് മൂറോനോയുടെയും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൻ്റെയും ഗീവർഗീസ് സഹദായുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർ തോമസ് ലീഹായുടെയും മലങ്കരയുടെ പരിശുദ്ധന്മാരായ പരുമല കൊച്ചുതിരുമേയുടെയും വട്ടശ്ശേരിൽ മാർ ദിവനാസ് തിരുമേനിയുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, ഇടവമെത്രാപ്പൊലീത്ത തിരുമേനി, ഇരുവരോടും പരിശുദ്ധ സുന്നതദോസിനോടും ഈടവയ്ക്കുള്ള ഭക്തിയും കൂറും ഞങ്ങൾ ഈ തരുണത്തിൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. 1992 ഈ ഇടവക കത്തീഡ്രലായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ ഇടവകയുടെ സെക്രട്ടറി ആയിരുന്ന ബലഹീനനായ എനിക്ക് 25 വർഷം പിന്നിടുമ്പോൾ ഈ ഇടവകയുടെ കൈക്കാരനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിഞ്ഞത് ദൈവനിയോഗമായി ഞാൻ കരുതുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ദൈവമുമ്പാകെ നമ്രശിരസ്കനാകുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ദൈവനാമം പേറിയ നാരായണന്റെയും ഐശ്വര്യമൂർത്തിയായ ലക്ഷ്മിയുടെയും മകനായി 1938 ഫെബ്രുവരി മാസത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനനം. വളരെ ചെറുപ്പം മുതൽ കവിതകൾ കുറിച്ചു. നോവലുകൾ, കഥാസമാഹാരങ്ങൾ, നാടകങ്ങൾ, തിരക്കഥകൾ എല്ലാ സാഹിത്യ മേഖലകളിലും തൂലിക ചലിപ്പിച്ച മലയാളത്തിൻ്റെ മനസ്സ് കവർന്ന പ്രിയ എഴുത്തുകാരൻ, മനസ്സിൻ്റെ ചിന്തകളെയും ഭാവങ്ങളെയും വ്യത്യസ്തമായി അവതരിപ്പിച്ച സാഹിത്യ നായകൻ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് മുതൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ, ഒരു സങ്കീർത്തനം പോലെ മലയാളിയുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന മലയാളിയുടെ പ്രിയ പെരുമിടം സാർ